ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോവർദ്ധന പൂജയും ഗോവർദ്ധന പൂജാ ഫലങ്ങളും തുടരുന്നു. താമരയിലയിലെ വെള്ളം പോലെ ഗോവർദ്ധന പൂജ ചെയ്യുന്നവനെ പാപങ്ങൾ ബാധിക്കുന്നില്ല. ഗോവർദ്ധന പൂജ ചെയ്യുന്നവന് ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്താലുള്ള പുണ്യം ലഭിക്കുമെന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഇവിടെ നമുക്ക് വർഷം തോറും മുടങ്ങാതെ ഗിരിരാജ പൂജ നിർവഹിക്കാം. ശ്രീകൃഷ്ണ വചനം ശ്രവിച്ച് നന്ദരാജൻ, സനന്ദൻ, വൃഷഭാനു മുതലായവർ വിസ്മയം പൂണ്ടു. പഴയ ഇന്ദ്രപൂജയുടെ ചടങ്ങുകൾ വേണ്ടെന്ന് വെച്ച് എല്ലാവരും ഗിരിരാജ പൂജയ്ക്കൊരുങ്ങി. പൂജാദ്രവ്യങ്ങളും മറ്റു സംഭാരങ്ങളും വിപുലമായ തോതിൽ ഉരക്കപ്പെട്ടു. രാമകൃഷ്ണന്മാരെ അവിടേക്ക് കൊണ്ടുവന്നു. യശോദാരോഹിണിമാരും അവിടെ എത്തി. ആ സമയത്തേക്ക് യദുകുലാചാര്യനായ ഗർഗാചാര്യനും ഗോവർദ്ധന സാനുവിൽ എത്തിച്ചേർന്നു. ആനപ്പുറത്തേറിക്കൊണ്ട് വൃഷഭാനുവും കീർത്തിയും കൂടെ തന്നെ നന്ദരാജനും നവനന്ദന്മാരും ഉപനന്ദന്മാരും പുത്ര പൗത്ര ബന്ധുമിത്രാദികളോടും കൂടി ഗിരിരാജ പാർശ്വത്തിൽ വന്നെത്തി. ശിബികാരൂഢനായി സഖീജനങ്ങളാൽ പരിവൃതരായി ഇന്ദ്രാണിയെപ്പോലെ രാധയും വന്നു ചേർന്നു. ഹേ രാജൻ, ലളിത, വിശാഖ, ചന്ദ്രാനന, രമ, വിരജ, മായ, കൃഷ്ണ, ജാനവി, അഷ്ടസഖികൾ, ഷോഡശ സഖികൾ, ദ്വാത്രിംശ സഖികൾ എന്ന് തുടങ്ങി യുധക്കണക്കിന് ഗോപികമാരും വന്നു നിറഞ്ഞു. വൈകുണ്ഠവാസിനികൾ, ഊർധ്വവൈകുണ്ഠവാസിനികൾ, ധ്രുവാദി ലോകങ്ങളിലുള്ളവർ, നാഗകന്യകമാർ, ഔഷധികൾ, സമുദ്രകന്യകമാർ, അപ്സരസുകൾ, ദേവാംഗനകൾ, ഗന്ധർവ സിദ്ധ കിന്നര കിം പുരുഷനാരികൾ മുതലായ എല്ലാവരും ഉപായനങ്ങളുമായി ഗിരിപാർശ്വത്തിലെത്തി. ഗോപവൃദ്ധന്മാരും ശിശുക്കളും യുവാക്കളും എന്നു വേണ്ട പ്രജവാസികൾ ഒന്നടങ്കം തലപ്പാവണിഞ്ഞ് കാലിക്കോലും കൊമ്പുമായി വന്നു. ഗോവർദ്ധനോത്സവത്തെ പറ്റി അറിഞ്ഞ മഹാദേവൻ വൃഷവാഹനായി ജടാകപാലവസ്മരഭൂഷിതനായി പാർവതിയോടും ഭൂതഗണങ്ങളോടും ചേർന്ന് ഗോവർദ്ധന സംവിധത്തിലെത്തി. രാജർഷികൾ, ദേവർഷികൾ, ബ്രഹ്മർഷികൾ, യോഗേശ്വരന്മാർ, സിദ്ധന്മാർ, മുനിമാർ, പരമഹംസന്മാർ തുടങ്ങിയവർ സഹസ്രകണക്കിൽ ശിഷ്യന്മാരുമായി എത്തി. രത്നശിലകളാലും സ്വർണ്ണ കൊടിമുടികളാലും മതജലമൊഴുകുന്ന കരിവരൻ എന്ന കണക്കെ ഗോവർദ്ധനം ശോഭിച്ചു. ഹിമാലയം, മഹാമേരു, വിന്ധ്യാചലം തൊട്ട പർവ്വതങ്ങൾ മനുഷ്യരൂപം ധരിച്ച് കാഴ്ചദ്രവ്യങ്ങളുമായി വന്ന് ഗോവർദ്ധനത്തെ വന്ദിച്ചു. ബ്രാഹ്മണർ വിധിയാവണ്ണം ഗോവർദ്ധന പൂജ നടത്തി ബലിയർപ്പിച്ചു. നന്ദഗോപരും ഗോപീഗോപന്മാരും ആ പർവ്വതരാജനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ജനങ്ങൾ രാജവർഷം ചെയ്തു. ആ യാഗത്തിൽ ഗോവർദ്ധനഗിരി ഒരു ചക്രവർത്തി എന്നോണം പരിലസിച്ചു. ഭഗവാൻ അത്ഭുത രൂപം കൈക്കൊണ്ട ആ ഗിരിശൃംഗത്തിന്റെ മൂർധാവിൽ തല ഉയർത്തി നിന്ന് നിവേദ്യം സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും ആശീർവദിച്ചു. കാണികൾ അത്ഭുതസ്തബ്ധരായി മിഴിച്ചു നിന്നുപോയി. അവർ തമ്മിൽ പറഞ്ഞു, ഇതുവരെ ഒരു ദേവനും നേരിൽ വന്ന് പൂജ കൈക്കൊള്ളുകയുണ്ടായിട്ടില്ല. ഹേ ഗിരിരാജൻ, നന്ദസൂനുവാണ് അങ്ങയെ നേരിൽ കാണാനുള്ള ഭാഗ്യം കൈവരുത്തിയത്. ഞങ്ങൾ ഗോധനത്തോടുകൂടി സുഖമായി കഴിയാൻ അങ്ങ് ആശീർവദിക്കണം. ദിവ്യരൂപം ധരിച്ച ഗോവർദ്ധനം എല്ലാവരെയും അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു. നന്ദോപനന്ദന്മാരും രാമകൃഷ്ണന്മാരും വൃഷഭാനുവും ബലനും സുചന്ദ്രനും ബ്രാഹ്മണരും യോഗേശ്വരന്മാരും ശിവാദി ദേവഗണങ്ങളും ഗോവർദ്ധനത്തെ നമസ്കരിച്ച് സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഈ ഗോവർദ്ധനോത്സവം ഭക്തിയോടെ ശ്രവിക്കുന്നവൻ സകല പാപങ്ങളിൽ നിന്നും മുക്തി നേടും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഗോവർദ്ധനോദ്ധാരണായ ഗോവിന്ദായ ഗോകുലനിവാസായ ഗോപാലായ ഗോപാലപതയേ ഗോപീജനഭാത്രേ ഗിരിഗജോധാത്രേ കരുണാനിധയേ ജഗദ്വിധയേ ജഗന്മംഗളായ ജഗന്നിവാസായ ജഗന്മോഹനായ കോടിമന്മദമന്മദായ വിഷഭാനുസുതാവരായ ശ്രീനന്ദരാജകുലപ്രദീപായ ശ്രീകൃഷ്ണായ പരിപൂർണതമായ തേയസംഖ്യ ബ്രഹ്മാണ്ഡപതയേ ഗോലോകധാമകൃഷ്ണാധിപതയേ സ്വയം ഭഗവതേ സബലായ നമസ്തേ നമസ്തേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓ
ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ